ഇമാം അബൂ ഹനീഫ ഇമാമിൻ്റെ ഒരു കഥ പറയാം. അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. മുഴുകുടിയനായിരുന്നു അയാൾ. രാത്രിയിൽ മൂക്കറ്റം കുടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ വീട്ടിൽ വരും. പിന്നെ വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയും. പാട്ടും കൂത്തുമായി അനാവശ്യ സംസാരങ്ങളുമായി ബഹളം വെച്ച് അയൽവാസികൾക്ക് അസഹ്യമായ അലോസരമുണ്ടാക്കും. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ കാര്യം പറയാനുണ്ടോ? അദ്ദേഹത്തിന് ഇത് വല്ലാത്ത ശല്യമായി. പക്ഷേ എന്തു ചെയ്യും? അയാൾ അയൽവാസിയായി പോയല്ലോ. അയൽവാസിയോടുള്ള കടമകൾ വളരെ വലുതാണല്ലോ. ഒരു ദിവസം രാത്രി അയാളുടെ ശബ്ദം തീരെ കേൾക്കാനില്ല. ഇമാമിന് വല്ലാത്തൊരു ഉത്കണ്ഠ. ദിവസവും ബഹളമുണ്ടാക്കുന്ന ആ മനുഷ്യന് ഇന്നെന്ത് പറ്റി? അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ഉടനെ അയൽപ്പക്കത്ത് ചെന്ന് വീട്ടുകാരോട് അന്വേഷിച്ചു. എന്നും മദ്യപിച്ച് ബഹളം വെക്കാറുള്ള ആ മനുഷ്യനില്ലേ ഇവിടെ? അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, മദ്യപിച്ചു ലക്കുകെട്ട നിലയിൽ പാതിരക്ക് നാട്ടിലിറങ്ങിയതിന് പോലീസ് പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ഇമാമിന് വിഷമം തോന്നി. കഷ്ടം തന്നെ, തൻ്റെ അയൽവാസി ജയിലിലായിരിക്കുന്നു. ഏറെ വൈകിയാണല്ലോ ഞാൻ ഇതറിഞ്ഞത്. അയൽവാസിയുടെ കാര്യത്തിൽ തൻ്റെ ഭാഗത്തു നിന്നും മറ്റു വല്ല വീഴ്ചയും വന്നുവോ? ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അയാൾക്കിത് സംഭവിക്കില്ലായിരുന്നല്ലോ. ഇമാമിൻ്റെ ഉള്ളിൽ ഒരു തരം കുറ്റബോധം ഉടലെടുത്തു. പിറ്റേ ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇമാം നേരെ ഗവർണറെ കാണാൻ പോയി. ഇമാമിനെ കണ്ടപ്പോൾ ഗവർണർ എഴുന്നേറ്റ് ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവർ ഈ സമയത്ത് ഇങ്ങനെ വന്നത്? ഗവർണർ താഴ്മയോടെ കാര്യം തിരക്കി. മറ്റൊന്നുമല്ല, എൻ്റെ അയൽവാസിയെ പോലീസ് പിടിച്ച് ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തിരിക്കും. എന്തായാലും അവനത് ഇനി ആവർത്തിക്കില്ല. അവന് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് എൻ്റെ കൂടെ അയച്ചു തരണം, ഇമാം പറഞ്ഞു. ഇമാമിനോടുള്ള ആദരവ് കാരണം അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഗവർണർ ഉത്തരവിട്ടു. താമസിയാതെ അയാൾ മോചിതനായി. അയൽവാസിയെയും കൂട്ടി ഇമാം വീട്ടിലേക്ക് തിരിച്ചു. സ്നേഹപൂർവ്വം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, 2 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു അല്ലേ? വിഷമിച്ചു കാണും. എൻ്റെ ഭാഗത്തു നിന്ന് വല്ല വീഴ്ചയും സംഭവിച്ചോ? ഞങ്ങൾ വൈകിയാണ് ഇക്കാര്യം അറിഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, താങ്കളാണെന്നെ ജയിലിൽ നിന്ന് രക്ഷിച്ചത്. അതിന് താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുന്നു, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. ചെയ്ത തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മഹാനായ അബൂ ഹനീഫ ഇമാമിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്.